അങ്കമാലിയിൽ വ്യാജ മദ്യ ബോട്ട്ലിംഗ് കേന്ദ്രം എക്സൈസ് പിടികൂടിയിരിക്കുന്നു. ഇഷ്ടിക നിർമ്മാണത്തിന്റെ മറവിലാണ് മദ്യനിർമ്മാണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. ഇവിടെ നിന്ന് 1350 ലിറ്റർ സ്പിരിറ്റും കണ്ടെത്തിയിരിക്കുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പറവൂർ സ്വദേശി സന്തോഷ്, കൊല്ലം സ്വദേശി രതീഷ് എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, എങ്ങനെയാണ് ഈ ഇഷ്ടിക നിർമ്മാണത്തിന് മറവിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് മദ്യമാണ് എന്ന് കണ്ടെത്തിയത്? എങ്ങനെയാണ് ഇവർ പിടിയിലാവുന്നത്? പക്ഷേ 1350 ലിറ്റർ സ്പിരിറ്റാണ് അങ്കമാലിയിൽ പിടികൂടിയത്. അതൊരു കാറിനുള്ളിലായിരുന്നു ഈ സ്പിരിറ്റ് ഉണ്ടായിരുന്നത്. 2 വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ വാഹനങ്ങൾ ഉണ്ടായിരുന്നത് ഒരു ഹോളോ ബ്രിക്സ് നിർമ്മാണ യൂണിറ്റിലാണ്. അതായത് അങ്കമാലി നഗരത്തോട് ചേർന്ന് തന്നെയുള്ള ഒരു സ്ഥലത്താണ് ഈ സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത്. അവിടെ നിന്ന് കാലിക്കുപ്പികൾ കണ്ടെത്തി. അങ്ങനെയാണ് ഇതൊരു ബോട്ടിലിംഗ് കേന്ദ്രമാണ്, വ്യാജ മദ്യ നിർമ്മാണ കേന്ദ്രമാണ് എന്ന നിഗമനത്തിലേക്ക് എക്സൈസ് എത്തിയിരിക്കുന്നത്. കർണാടകയിലെ ഹൂബ്ലിയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് സ്പിരിറ്റ് കൊണ്ടുവന്നതെന്ന് പിടിയിലായവർ എക്സൈസിനോട് സമ്മതിച്ചിട്ടുണ്ട്. പറവൂർ സ്വദേശികളായ 2 പേരാണ് ഈ സ്പിരിറ്റ് കടത്തിന്റെ സൂത്രധാരന്മാരെന്നതാണ് ഇപ്പോൾ എക്സൈസ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ രാജേഷ്, പ്രദീപ്. ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് കർണാടകയിൽ നിന്ന് ഈ സ്പിരിറ്റ് കൊണ്ടുവന്നതെന്നതാണ് അറസ്റ്റിലായവർ എക്സൈസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഹോളോ ബ്രിക്സ് നിർമ്മാണ യൂണിറ്റിന്റെ ഉടമ എന്നത് ഒരു ഷൈജു എന്നയാളാണ്. ഇയാളെ കണ്ടെത്താനും എക്സൈസ് ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഓണക്കാലവുമായി ബന്ധപ്പെട്ട വ്യാപകമായ പരിശോധനകൾ നടത്തുന്നതിനിടയിലാണ് ഈ രഹസ്യ വിവരം കിട്ടുകയും ഈ സ്പിരിറ്റ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെയും ഈ അങ്കമാലി കേന്ദ്രീകരിച്ച് സമാന രീതിയിലുള്ള സ്പിരിറ്റ് ഇടപാടുകൾ എക്സൈസിന്റെ മുന്നിലേക്ക് വന്നിരുന്നു. നേരത്തെയും എക്സൈസ് സ്പിരിറ്റുകൾ പിടിച്ചിട്ടുണ്ട്. സാധാരണ നിലയിൽ ഇവിടെ നിന്ന് ഈ കള്ള് ഷാപ്പുകളിലേക്ക് സ്പിരിറ്റ് പോകുന്നുണ്ട്. ഒപ്പം തന്നെ സെക്കൻഡ്സ് മദ്യ നിർമ്മാണവും ഈ മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ചില ഈ മദ്യ വ്യവസായ രംഗത്തെ ചിലരുണ്ട് എന്ന സൂചനകളാണ് ഇപ്പോൾ എക്സൈസിൽ ലഭിച്ചിരിക്കുന്നത്. അതിലേക്ക് കൂടി അന്വേഷണം നീളും എന്ന വിവരമാണ് ഇപ്പോൾ എക്സൈസിലെ ഉന്നതർ നൽകുന്നത്.